നമസ്തേ. ആത്മവിശ്വാസത്തെ പറ്റിയിട്ടും ആത്മബലത്തെ പറ്റിയിട്ടും ടീച്ചർ പറഞ്ഞു. അതിൽ ധ്യാനത്തിൻ്റെ പങ്കിനെ പറ്റിയിട്ട് സാറ് പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ശേഷിക്കുന്നത് നാമജപമാണ്. ഏറ്റവും ലളിതമായിട്ട് എന്നാൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഉള്ളിലുള്ള ആളെ നേർവഴിക്ക് നയിക്കാൻ, ഉള്ളിലുള്ള ആളെന്ന് പറഞ്ഞാൽ മനസ്സ്, അതിനെ നേർവഴിക്ക് നയിക്കാൻ ഏറ്റവും നല്ലൊരു വഴി, ഏറ്റവും ലളിതമായിട്ടുള്ളത് നാമജപമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് പ്രത്യേകമായിട്ടൊരു വിധാനത്തിൻ്റെ ആവശ്യം എന്തില്ല, നാമജപത്തിനില്ല. ഇരിക്കുമ്പോഴാണെങ്കിലും നിൽക്കുമ്പോഴാണെങ്കിലും കിടക്കുമ്പോഴാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ജപിക്കാം. എപ്പോഴും വേണമെങ്കിലും നമുക്ക് ജപിക്കാം. അതുകൊണ്ട് തന്നെ എപ്പോഴും വേണമെങ്കിലും ജപിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാലത്ത് നമ്മൾ ജപിക്കുകയില്ല. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണത്. നമ്മുടെ പ്രത്യേകത അതാണ്. കാരണം പ്രഭാഷണങ്ങളിൽ എപ്പോഴും ഒരു പ്രത്യേകത റേഡിയോ ആയിരിക്കും. നമ്മൾ പറയും, വേദിയുള്ളവർ പറയുക, സദസ്സിലുള്ളവർ കേൾക്കുക. ആദ്യത്തെ 45 മിനിറ്റ് അവർ സഹിച്ചിരിക്കും. അടുത്ത 45 മിനിറ്റ് നല്ല ഉറക്കത്തിൽ പോവും. അടുത്ത 45 മിനിറ്റ് കണ്ണിങ്ങനെ. അവസാനിപ്പിക്കുമ്പോൾ ചോദിക്കണൊരു ചോദ്യമുണ്ട്, ആരൊക്കെ നാമം ജപിക്കാറുണ്ട്? വിഷയം എന്തും ആയിക്കോട്ടെ, എന്ത് വിഷയമാണെങ്കിലും ചോദിക്കണൊരു കാര്യം. പറയണതിന് മുന്നേ എല്ലാവരും, സദസ്സിലിപ്പോൾ വേദിയിലിരിക്കണ ആൾ സദസ്സിലിരുന്നാലും എല്ലാവരും, നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. കാരണം എന്താ? അടുത്തുള്ളവൻ ജപിക്കണ്ട വെച്ചാൽ ജപിക്കണ്ട, ഇല്ല വെച്ചാൽ. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ആത്മബലം നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയ ഏറ്റവും ചെറുപ്പത്തിലാണ്. ടീച്ചർ പറഞ്ഞിട്ടുള്ള അതേ ഉദാഹരണം തന്നെ. ആ ഉണ്ണിയുടെ കാര്യം, പ്രഹ്ലാദൻ, ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്, അച്ഛൻ ചോദിക്കണൊരു ചോദ്യമുണ്ട്, ആ തൂണിൽ എന്താ അങ്ങേരില്ലാത്തത്? അപ്പോഴും കുട്ടി കൊടുക്കണൊരു ഉത്തരമുണ്ട്, ദൃശ്യതേ. ആ ദൃശ്യതയിലുണ്ട് കുട്ടിയുടെ ആത്മവിശ്വാസം. ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നതാണ്? പുറത്തുനിന്ന് വരുന്നതല്ല, ഉള്ളിൽ നിയന്ത്രിക്കുമ്പോൾ. എപ്പോഴും പ്രഭാഷണങ്ങളിൽ നമ്മളെല്ലാവരും കേൾക്കുന്ന പദമാണ് അന്ധക്കരണ ശുദ്ധി. എന്താ ഈ അന്ധക്കരണം? നമ്മളാരും ചിന്തിക്കാറില്ല. അന്ധക്കരണത്തിൽ ഏറ്റവും പുറത്ത് നിൽക്കുന്ന ആളുടെ പേരാണ് മനസ്സ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതിലേറ്റവും പുറത്തുള്ള ആളെ നിയന്ത്രിക്കുമ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ അടങ്ങിയിരിക്കുക. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രസ്വാമിക്ക് കുട്ടിയായിരിക്കുമ്പോൾ വിശ്വാമിത്രൻ 2 മന്ത്രങ്ങൾ കൊടുത്തത്. ആ മഹാനായിട്ടുള്ള ഗുരുനാഥൻ ബലയും അതിബലയും കൊടുത്തത്. നമ്മൾ കഥയിൽ കേട്ടു, അത് വിശപ്പും ദാഹവും ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പം നമ്മളെന്ത് ചെയ്തു? ആ മന്ത്രം എവിടെയാ കിട്ടുക? കാരണം എന്താ? ചിലവ് അത്രയും കുറഞ്ഞല്ലോ. ഏറ്റവും വലിയ ചിലവതാ. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ എന്താണ് ഒളിപ്പിച്ചിട്ടുള്ളത് എന്ന് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമുക്ക് പറ്റിപ്പോകുന്നത്. കുട്ടികൾ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ സമൂഹം ഇതൊക്കെ കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഒളിപ്പിച്ചത് നമ്മൾ ചർച്ച ചെയ്യാത്തപ്പോഴാണ്. ഉള്ളിൽ എന്താണ് ഒളിപ്പിച്ചത് എന്നുള്ളത്. ഗജേന്ദ്രൻ്റെ കഥ പറയുമ്പോൾ അത് വെറും ഒരു ആനയുടെയും മുതലയുടെയും കഥയല്ല, നമ്മുടെ ദേഹചിന്തയുടെയും കർമ്മപാശത്തിൻ്റെയും കഥയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയാത്തപ്പോഴാണ് ചോദ്യങ്ങൾ വരുന്നത്. ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉത്തരം കൊടുക്കാനും പറ്റണില്ല. അപ്പോൾ ആ ബലയും അതിബലയും, പുറത്തുള്ള ബലത്തെ കൃത്യമായിട്ട് പരിപക്വമായിട്ട് ഉപയോഗിക്കാൻ അകത്തൊരാൾ വേണം. അതാണ് അതിബലം. അതാ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ നാമജപം പോലെ മനോഹരമായിട്ട്, ഏറ്റവും ലളിതമായിട്ട്, എന്നാൽ ഏറ്റവും ഫലപ്രദമായിട്ട് അത് പറഞ്ഞേ പറ്റൂ. കാരണം ഫലമില്ലാത്തൊന്നും നമ്മൾ ചിന്തിക്കില്ല, ചെയ്യില്ല. ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു വിദ്യ നാമജപമാണ്. ജപിച്ച് ജപിച്ച് നമ്മളതിൽ ലയിക്കും. ജപിച്ചിട്ട് നാമമില്ലാണ്ടാവും, നമ്മളില്ലാണ്ടാവും. ഉള്ളിലുള്ള ആൾ നല്ല ശക്തി പ്രാപിച്ച് ആ ശക്തിയോടെ തന്നെ നമസ്കരിക്കും. ഇത് നമുക്കറിയാത്തത്. ഏറ്റവും നന്നായിട്ട് നമസ്കരിക്കാൻ അറിയില്ല. ഏറ്റവും നന്നായിട്ട് നമസ്കരിക്കാൻ നമുക്കറിയില്ല. ഇന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യം, ഞാൻ നന്നായിട്ട് നമസ്കരിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കണം. ഞാൻ നമസ്കരിക്കില്ല, മാത്രമേ ഉള്ളൂ. ഏറ്റവും നന്നായിട്ട് നമസ്കരിക്കണമെങ്കിൽ ഉള്ളിലുള്ള ആൾ ശക്തിപ്പെടണം.
അതിനേറ്റവും നല്ല മാർഗം നാമജപമാണ്. എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ടത്. പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനം ഇതതിനായി വരേണമിഹ കലിയായ കാലമിതിൽ അതുകൊണ്ട് മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമ. വെറുതെ പറയുക മാത്രമല്ല, ചെയ്തും കാണിച്ചു. അവസാനം ഹരിനാരായണായ നമ. ഹരിനാമ കീർത്തനം ഓരോ ശ്ലോകം എടുത്തു നോക്കുക, അവസാനം കാണാം നാരായണായ നമ, നാരായണായ നമ. ചെയ്ത് കാണിച്ച ആചാര്യനാണ്. ഇന്ന് നമ്മളെല്ലാവരും പറയുള്ളൂ, നമ്മളെല്ലാവരും പറയും. ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കിതൊക്കെ പറ്റുന്നത്. പ്രഹ്ലാദൻ്റെ ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. കാരണം കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട് അച്ഛന്. ആത്മനിവേദനത്തിലേക്ക് ആ കുട്ടി എത്തണത് എങ്ങനെയാണ്? ആദ്യം പറയണത് ശ്രവണം. അവിടുന്ന് ബാക്കി മുഴുവൻ പോണത്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. തന്നെ ഇട്ടുകൊടുത്ത് ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട്, നമ്മളിന്ന് എപ്പോഴും പറയുന്ന വാക്കാണ് ഡെഡിക്കേഷൻ. സമർപ്പിക്കുക. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ സമർപ്പിച്ച് ചെയ്യുക. ഏറ്റവും പുറംപാളി എന്ന് പറയുന്ന കാര്യമാണത്. അതിൻ്റെ ഒക്കെ തുടക്കം ശ്രവണമാണ്. അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നുള്ള ശ്രവണമല്ല, മറിച്ച് മറ്റുള്ളവരത് ചെയ്യുമ്പോൾ, മറ്റുള്ളവർ നാമം ജപിക്കുമ്പോൾ അത് കേൾക്കണതാണ്. അച്ഛനും അമ്മയും നാമം ജപിക്കുന്നത്, അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും നാമം ജപിക്കുന്നത്, മുതിർന്നവർ നാമം ജപിക്കുന്നത് കുട്ടി കേട്ട് അറിയാണ്ട് ജപിച്ചു തുടങ്ങും. രാമ അല്ലെങ്കിൽ കൃഷ്ണ എന്താണെന്ന് വെച്ചാൽ അത് ജപിക്കും. ഇന്നത് ജപിക്കണം എന്ന് നമ്മൾ കുട്ടിയോട് നിർബന്ധം പിടിക്കാണ്ട് നമ്മൾ ജപിച്ചു നോക്കുക. നമുക്ക് താഴെയുള്ളവർ പ്രായം കൊണ്ട് നമ്മളെ കണ്ട് പഠിക്കണവർ എല്ലാം കൂടെ ജപിക്കും, നിസ്സംശയം ജപിക്കും. അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ വാൽമീകി മുനിയുടെ ആത്മകഥ എന്ന് പറഞ്ഞൊരു ഭാഗം കാണിച്ചു തന്നിട്ടുണ്ട്. വാൽമീകി രാമായണം മൂലസംസ്കൃതം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗം നമ്മൾ കാണില്ല. എന്നിട്ട് നമ്മളെന്താ ചെയ്യുക? അതിൻ്റെ പേരിൽ തർക്കിക്കും. ഇല്ലാത്ത ഭാഗമാണ്, ശരിയല്ലാത്ത കഥയാണ്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു കഥ? ആ കാട്ടാളൻ, രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ, അധ്യാത്മരാമായണം കിളിപ്പാട്ട് വെച്ചിട്ടാട്ടോ പറയണത്. ആ കാട്ടാളൻ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ആ കഥ പ്രകാരം വാൽമീകി മുനിയായത്. ഒരൊറ്റ കാര്യം. രാമ എന്നുള്ള നാമം അതും തിരിച്ചിട്ടാണ്. രാമ നേരിട്ട് കൊടുത്തിട്ടില്ല. താരക ബ്രഹ്മമന്ത്രം അതേപോലെ കൊടുക്കണില്ല, തിരിച്ചു പറഞ്ഞു കൊടുത്തു. രാമ 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 ജപിച്ചെന്തായി? രാമ രാമ രാമ. അറിയാണ്ട് മനസ്സതിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ആ ആളാണ് കൊല്ലാനും ചാവാനും ഒക്കെ നടന്ന ആൾ. ഒരു ക്രൗഞ്ച പക്ഷിയെ, ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ അതിയായിട്ടുള്ള ദുഃഖം ഉണ്ടാവുന്നു. ആ ദുഃഖം, ആ ശോകം ശ്ലോകമായിട്ട് മാറുന്നു. ആലോചിച്ച് നോക്കുക. ഈ പരിവർത്തനത്തിൻ്റെ കാരണം നാമജപം. മാനസികമായിട്ടുള്ള ഈ പരിവർത്തനത്തിൻ്റെ കാരണം നാമജപം. അത് നമ്മൾ എത്ര മോശമാണത്, എത്ര ഫലപ്രദമല്ല എന്ന് പറയുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ജപിച്ചു നോക്കുക. അപ്പോൾ മനസ്സ് മെല്ലെ ശക്തി പ്രാപിക്കും. ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗ്ഗമാണ്. അത് വളരെ മനോഹരമായിട്ട് എഴുത്തച്ഛൻ കാണിച്ചു തന്നിട്ടുണ്ട് രാമായണത്തിൽ. സദാ രാമനാമാണ് അവിടെ കാണും. സദാ രാമനാമാണ്. നമ്മൾ രാമസായകം തപ്പി നടക്കുമ്പോൾ അതിനുള്ള ഉത്തരം അത് രാമനാമാണ്. അങ്ങനെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ള ആളാണ് എഴുത്തച്ഛൻ. ലക്ഷ്യം അതൊരിക്കലും തെറ്റില്ല. അതാണ് രാമസായകത്തിൻ്റെ പ്രത്യേകതയായിട്ട് കഥ അല്ലെങ്കിൽ ആ ഇതിഹാസത്തിൻ്റെ സത്തയായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എന്താ? അതിന് ലക്ഷ്യം തെറ്റില്ല. ആ സായകം യഥാർത്ഥത്തിൽ രാമനാമാണ്. നാമം നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം എന്ത് ചെയ്യില്ല? അത് ലക്ഷ്യം തെറ്റിക്കില്ല. കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ കൊണ്ടുപോകും.